ഈ ഷാജിയുടെ പ്രസംഗത്തെ കുറിച്ച് നമ്മൾ പറയും. ഷാജി ഇത് മാത്രമല്ല, ഷാജി പ്രസംഗിക്കുന്ന വളരെ അപകടകരമായ ഒരു കാര്യം. ഷാജി തന്നെ പറയുന്നത് NDF, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളോട് നേരത്തെ എടുത്ത അത്രമാത്രം ശക്തമായ വിയോജിപ്പ് നമ്മൾ കാണിക്കേണ്ടതില്ല. അത് ശരിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ, 10 വർഷം നമ്മൾ കാലഘട്ടം എന്ന് പറയുന്നത് 2016 LDF അധികാരത്തിൽ വന്നത് മുതലുള്ള കാലഘട്ടം നിലയിൽ തന്നെ കണക്കുകൂട്ടിയാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അന്തർദേശീയ തലത്തിൽ മുസ്ലിം തീവ്രവാദം അതിശക്തമായി ശക്തിപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ രാജ്യം, നമ്മുടെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി മുൻകൈ എടുത്ത് ബംഗ്ലാദേശ് എന്ന രാജ്യം 71 രൂപീകരിച്ചു. ആ സമയത്ത് നമ്മുടെ കോൺസെപ്റ്റ് അതൊരു മതേതര രാജ്യമാകണമെന്നാണ്. ആ ഭരണഘടന മതേതര രാജ്യം, അതായത് പാകിസ്ഥാനിലെ തിയോക്രാറ്റിക് രാജ്യത്തിൽ നിന്ന് വേർപെടുത്തി നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു മതേതര രാജ്യത്ത് ഇന്ദിരാഗാന്ധി അടക്കമുള്ള ഇന്ത്യൻ നേതാക്കൾ സംഭാവന നൽകി. എന്താ ഇന്നത്തെ അവസ്ഥ? ഇന്ന് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദികൾക്ക് സ്വാധീനം വരികയും ഹിന്ദു ന്യൂനപക്ഷങ്ങളെ മൃഗീയമായി കൊലപ്പെടുത്തുകയില്ല. കൊലപ്പെടുത്തുക എന്ന വാക്ക് മാത്രം ഉപയോഗിച്ചാൽ പോരാ, തീ കൊളുത്തി അടിച്ച് അവശരാക്കി തീ കൊളുത്തി കൊല്ലുന്നു. അവരുടെ വീടുകൾ അഗ്നിക്കരയാക്കുന്നു. വലിയ തോതിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ, എങ്ങനെ ഉത്തരേന്ത്യയില് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ RSSഉം സംഘ് പരിവാറും എടുക്കുന്ന അതേ നിലപാട് ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ ജമാഅത്ത് ഇസ്ലാമി എടുക്കുകയാണ്. അത്ര ഭീകരമായ രീതിയിൽ നമ്മൾ തൊട്ടപ്പുറത്ത് പോലും മുസ്ലിം തീവ്രവാദികളും പാൻ ഇസ്ലാമിസവും വർദ്ധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് KM ഷാജി കേരളത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെയും STP പോലുള്ള സംഘടനകളെ പഴയതുപോലെ നമ്മൾ എതിർക്കേണ്ടതുണ്ടോ? അത്യന്തം അപകടം പിടിച്ചൊരു സംഗതിയാണ്. നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. പാൻ ഇസ്ലാമിസം ശക്തമായി വളർന്ന ഘട്ടത്തിൽ ലോകത്തിപ്പം ഇവിടെ സിറിയയിൽ, അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മനുഷ്യാവകാശങ്ങൾ നശിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു പരിധിവരെ ഇറാനിലും അത് നമുക്ക് കാണാൻ കഴിയും. ഇറാനിലും അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഒക്കെ ഇടപെടൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദം ശക്തിപ്പെടുകയും മനുഷ്യന്റെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്ന ഒരു ഘട്ടത്തിൽ KM ഷാജിയെ പോലെ UDFന്റെ പ്രബലനായ ഒരു നേതാവ് മതമാണ് 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 മതം എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം മതമാണ് പ്രധാനമെന്നും ആ മതത്തിന് വേണ്ടി നിലകൊള്ളുന്നത് പറയുന്നത് അയാളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് VD സതീശനെ പോലുള്ള ഒരാൾ പറയുന്നത് ഞാൻ വർഗീയതക്കെതിരെ നിലപാടെടുക്കുന്നു എന്നുള്ളത്. അത്യന്തം ഖേദകരമാണ്. നിങ്ങൾ ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ, ഇസ്ലാമിക തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കളെ തള്ളിപ്പറയാതെ കോൺഗ്രസ് ഈ പറയുന്നതിൽ എന്ത് യാഥാർത്ഥ്യമുള്ളത്? KM ഷാജിയുടെ നിലപാടിനെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ റോണി എന്ന് പറയുന്നത് അംഗീകരിക്കുന്നുണ്ടോ? മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്നത് ഷാജിയുടെ സ്റ്റേറ്റ്മെന്റോട് അംഗീകരിക്കുന്നുണ്ടോ? LGBTQ+ അവകാശങ്ങൾ മതാവകാശങ്ങൾക്ക് ഉള്ളിൽ വരുന്നില്ല എന്നതുകൊണ്ട് അവര് മാനസിക രോഗികളാണ്, അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കേണ്ടതില്ല എന്ന KM ഷാജിയുടെ നിലപാടിനോട് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധികൾക്ക് യോജിക്കാൻ കഴിയുമോ? എന്തുകൊണ്ട് നിങ്ങൾ അത് തള്ളിപ്പറയുന്നില്ല? നിങ്ങൾ തള്ളിപ്പറയാത്തത് ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് അതിന്റെ മുസ്ലിം ഏകീകരണം ഉണ്ടാക്കി, കേരളത്തിൽ വലിയ തോതിൽ മതധ്രുവീകരണം ഉണ്ടാക്കി, അതിന്റെ അടിസ്ഥാനത്തിൽ UDFന് അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നിങ്ങളുടെ നിഗൂഢമായ ലക്ഷ്യമാണ് നിങ്ങൾ ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വെള്ളപൂശുന്നതും അവരെ തള്ളിപ്പറയാത്തതും. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ പ്രസംഗിച്ചു. മുഖ്യമന്ത്രി പ്രസംഗിച്ചതോട് നിങ്ങൾക്ക് വിയോജിക്കാം, എനിക്ക് എതിർപ്പൊന്നുമില്ല. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനോട് പൂർണ്ണമായി യോജിക്കണം നമുക്കൊന്ന് പറയാൻ കഴിയും, വിയോജിക്കാം. പക്ഷേ അതിന് പകരമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കാന്തപുരം ഗ്രൂപ്പിൽപ്പെട്ട അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് മുസ്ലിം ലീഗ് അധികാരത്തിൽ ഉണ്ടായിരുന്ന ഘട്ടങ്ങളിൽ വലിയ തോതിൽ മർദ്ദനം ഉണ്ടായിട്ടുണ്ട്, അവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവരെ പള്ളികൾ അടച്ചുപൂട്ടേണ്ട ഗതികൾ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അവരുടെ സമ്മേളനം നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, പോലീസ് മൈക്ക് പെർമിഷൻ നിഷേധിക്കുന്ന ഘട്ടങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം ആ മുസ്ലിം സമുദായത്തിന്റെ അകത്തുള്ള ഒരു ഘടകമായ കാന്തപുരത്തിന്റെ ഗ്രൂപ്പുകാർക്ക് ഒരു തരത്തിലുള്ള ശല്യവും ഉണ്ടായിരുന്നില്ല. അതിന് കാരണം മുസ്ലിം ലീഗ് അധികാരത്തിലില്ല. മറിച്ച് കോൺഗ്രസ് CPM അധികാരത്തിലുള്ള സമയത്ത് എല്ലാ മനുഷ്യരോടും എല്ലാ സംഘടനകളോടും തുല്യമായ പരിഗണന നൽകിയിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് എന്ത് പറയാ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം യാതൊരു അക്രമം ഉണ്ടായിട്ടില്ല. ഭാവിയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാലും മുസ്ലിം ലീഗിന് മുന്നണിയിൽ ഭരണത്തിൽ സ്വാധീനം ഉണ്ടായാലും നിങ്ങൾക്കെതിരെ അക്രമം നടത്താൻ കോൺഗ്രസ് പാർട്ടി അനുവദിക്കൂല എന്നായിരുന്നു VD സതീശൻ അവർ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കൈയടിക്കാമായിരുന്നു. പകരം അദ്ദേഹം ചെയ്തത് എന്താ? മുസ്ലിം സെന്റിമെന്റ്സിനെ പ്രകോപിപ്പിച്ചുകൊണ്ട്
അതിൽ പ്രലോഭനമുണ്ടാക്കി ഈഴവ സമുദായത്തിന്റെ സംസ്ഥാനത്തെ മുതിർന്ന SNDPയുടെ ജനറൽ സെക്രട്ടറിയായി 30 വർഷം പ്രവർത്തിക്കുന്ന ഒരാളെ അപഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ടർണിഷ് ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളുടെ കയ്യടി നേടാൻ ശ്രമിച്ചത് അത്യന്തം ഖേദകരമായ സംഗതിയാണ്. പക്ഷേ മൗലാന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ അതിനെ എതിർത്തു. കക്ഷി രാഷ്ട്രീയത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ ഈ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെതിരെയും അദ്ദേഹം ഉൾക്കൊള്ളുന്ന സമുദായത്തിനെതിരെയും വൈകാരികത ഉണ്ടാക്കി ഒരു മുസ്ലിം ഏകീകരണം നടത്താനുള്ള ശ്രമം അത്യന്തം ഖേദകരമാണ്. നിഷേധിക്കാൻ കഴിയില്ല നമുക്ക്. എങ്ങനെയാണ് നമ്മൾ ഈ SNDP യോഗത്തിൽ പങ്കെടുത്ത് SNDPയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഈ IB സംബന്ധിച്ചിട്ടുണ്ട്, K ബാബു സംബന്ധിച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തല സംബന്ധിച്ചിട്ടുണ്ട്, കോൺഗ്രസിന്റെ മുതിർന്ന നിലവിൽ നേതാക്കൾ സംബന്ധിച്ചിട്ടുണ്ട്. അവരാരും ലിജു ഈ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിച്ചതിന്റെ പിറ്റേ ദിവസം നടന്ന പരിപാടി, ആലപ്പുഴയിൽ നടന്ന പരിപാടിയിൽ ലിജു സംബന്ധിക്കുന്നുണ്ട്. ലിജു ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനോട് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി അങ്ങ് പറയുന്നത് തെറ്റാണ്, ഈ രീതിയിൽ പ്രസംഗിക്കാൻ പാടില്ല, ഇത് മുസ്ലിം സമുദായത്തെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് വെള്ളാപ്പള്ളിയുടെ സംഘടന നടത്തുന്ന സമ്മേളനത്തിൽ, ഈഴവ സമുദായത്തിലെ നേതാക്കൾ നടത്തുന്ന സമ്മേളനത്തിൽ പോയിട്ടാണ് VD സതീശൻ ഈ കാര്യം പ്രസംഗിക്കുന്നത് നമ്മൾ അംഗീകരിക്കാം. മറിച്ച് മുസ്ലിം സമുദായത്തിന്റെ ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്ന ഒരു സമ്മേളനത്തിൽ മറ്റു സമുദായത്തിൽപ്പെട്ട ഒരു നേതാവിനെ അപഹസിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ, എന്തിന് കാറിൽ കയറ്റിയത് പോലും ഒരു ദുഷിപ്പായി പറഞ്ഞു. ഒരാളെ 86-87 വയസ്സിൽ ഒരാൾ നടന്നു പോകുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ പോലെ ഒരാളെ കാറിൽ കയറ്റിയാൽ അതുപോലും ഒരു ലാക്കോട് എണ്ണി പറഞ്ഞു. ഇങ്ങനെ രമേശ് ചെന്നിത്തലയോട് തൊട്ട് തലേ ദിവസം റിപ്പോർട്ടർ ചാനൽ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വെള്ളാപ്പള്ളി നടന്നു പോകുന്ന കാറിൽ എന്ത് കാറ്റുന്നില്ല, ഞാൻ കാറിൽ കയറ്റും. അടുത്ത ചോദ്യം, വെള്ളാപ്പള്ളി വർഗീയവാദി എന്ന നിലപാട് കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ? രമേശ് ചെന്നിത്തല പറയുന്നത് ഇല്ല എന്നാണ്. അതേ രമേശ് ചെന്നിത്തലക്ക് തൊട്ട് താഴെ വന്ന VD സതീശൻ പറയുന്നത് മുസ്ലിം സമുദായത്തിലെ നേതാക്കളെ സമ്മേളനത്തിൽ പോയി പങ്കെടുത്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ മോശക്കാരനായി ചിത്രീകരിക്കുന്നത് വർഗീയതയാണ്, വർഗീയമായ വിദ്വേഷം ഉണ്ടാക്കലാണ്, ഒരു നേതാവിന് ചേർന്ന കാര്യമല്ല. മുഖ്യമന്ത്രി അതല്ലല്ലോ പറഞ്ഞത്. മുഖ്യമന്ത്രി മറ്റേതെങ്കിലും സമുദായത്തിൽ കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ 10 വർഷക്കാലമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾക്ക് ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സം ഉണ്ടായില്ല, വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഘട്ടങ്ങൾ വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ ദീദി എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ പ്രോത്സാഹിപ്പിക്കുന്ന മമതാ ബാനർജിയുടെ നാട്ടിൽ നിത്യനിയൊന്നുമാണ് വർഗീയ കലാപം. 30 വർഷക്കാലത്ത് CPM ഭരണ ശേഷം അവിടെ എന്താ നടക്കുന്നത്? നമുക്ക് ഈ കാര്യം മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനായാലും കോൺഗ്രസിന്റെ നേതാക്കളായാലും മുസ്ലിം സമുദായത്തിനകത്ത് നടക്കുന്ന വർഗീയതയെ നിങ്ങൾ ചെറുതായി കാണരുത്. നിങ്ങൾക്ക് അടുത്ത ഇലക്ഷനിൽ വോട്ട് നേടാൻ ഈ വർഗീയത സഹായിക്കുമെങ്കിലും അത് കേരളത്തെ നശിപ്പിക്കുന്ന സാഹചര്യമുള്ളത്. മതത്തെ ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങള്, മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കളും മതചിഹ്നം ഉപയോഗിച്ചാണ് വോട്ട് പിടിക്കുന്നത്. അത് അപകടകരമാണ്. നമ്മൾ പഴയ ഒരു സാഹചര്യമല്ല, 10-20 വർഷം മുമ്പ് ഉണ്ടായ സാമൂഹിക സാഹചര്യത്തിൽ കൂടിയല്ല നമ്മൾ കടന്നു. 20 വർഷം മുമ്പ് ആ സമുദായത്തിൽ പിറന്ന ഒരാൾ കൂടിയാണ്. അത് വളരെ ശക്തവും 20 വർഷം മുമ്പോ 25 വർഷം മുമ്പോ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴുള്ളത്. ഇപ്പൊ വളരെ സെൻസിറ്റീവാണ്. നിങ്ങൾ മതങ്ങളെ ഉപയോഗിച്ച്, മതചിഹ്നങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തുന്നതിന്റെ ഗുണം കിട്ടാമെന്നത് ആത്യന്തികമായി ഭൂരിപക്ഷ സമുദായത്തിന്റെ പ്രതികൾ വിചാരിക്കുന്ന RSSനാണ്, ഹിന്ദുത്വ രാഷ്ട്രീയക്കാർക്കാണ്. അതിന്റെ ദോഷം ഉണ്ടാക്കാൻ പോകുന്നത് ഈ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾക്കാണ്. ന്യൂനപക്ഷങ്ങളെ വൈകാരികമായി ഇളക്കി അവരുടെ പൊതുസമ്മേളനത്തിൽ പോയി ഹിന്ദു സമുദായത്തിൽ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിലെ നേതാവിനെ ഭള്ളു പറഞ്ഞ് അദ്ദേഹത്തെ ചെറുതാക്കി കാണിച്ച് വോട്ട് നേടാനുള്ള ശ്രമം അത്യന്തം അപലപനീയവും പ്രതിപക്ഷ നേതാവിന് ഒട്ടും ചേർന്നതല്ല എന്നാണ് എനിക്ക് പറയാൻ. തീർച്ചയായും.